ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറിച്ചെടുത്ത പാവയ്ക്കാണ് കേട്ടോ. അപ്പോൾ വിചാരിച്ചു നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന്. ഇവിടെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. ഇനി അവിടെയുണ്ട് കേട്ടോ. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണം കുഞ്ഞിതൊരെണ്ണമുണ്ട്, ഇവിടെ ഒന്ന്, ഇതൊന്ന്. ഇതെന്താ ഇങ്ങനെ എല്ലാം വളഞ്ഞിരിക്കണേന്നറിയില്ല. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, അതിൻ്റെ ഇപ്പുറത്ത് ഒരെണ്ണമുണ്ട്. അയ്യോടാ, ഇത് കേടായിപ്പോയി. ഇത്രയും ബാക്കി ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഇത് മൂത്തിട്ടുണ്ട്, ചെറുതാണെങ്കിലും പക്ഷെ മൂത്തു. അപ്പം ഞാൻ അത് എടുക്കുകയാണേ. ഞാൻ അതും എടുത്തു. ഇനി ഇതുമായിട്ടുണ്ട്. ഇത് ഞാൻ ഈ പനി എടുക്കുവാണ്. പാവലത്തിൻ്റെ തണ്ട് വളരെ കട്ടി കുറവാണ്, അപ്പോൾ അതുകൊണ്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. 3 എണ്ണം കിട്ടി. ഇവനെയും കൂടി എടുക്കാം. ഇത് ഇതുമായിട്ടുണ്ട്. 4 എണ്ണം പറിച്ചെടുത്തു. 4 എണ്ണം എടുത്തു കേട്ടോ. ഇതായിട്ടില്ല, ഇത് ചെറുതാണ്. ഇതും ചെറുതാണ്, ഇത് ചിലപ്പോൾ കുറച്ച് വലുതാവുമായിരിക്കും. ഇതും ആയിട്ടുണ്ട്. അതിൻ്റെ മുള്ളൊക്കെ ഇങ്ങനെ മൂത്ത് വന്നിട്ട് എനിക്ക് തോന്നുന്നു മഞ്ഞ കളറ്, ചെറുതായിട്ട് മഞ്ഞ കളറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ എടുക്കുകയാണേ. ഇതൊക്കെ ചെറുതാണ്. ഞാനിവനെല്ലാം എടുത്തു കേട്ടോ. 1 2 3 4 3 വലുത് കിട്ടി. ഉണ്ടോ, 3 വലുത് കിട്ടി, 2 ചെറുതും കിട്ടി. ഇത്രയും പാവയ്ക്ക എനിക്ക് കിട്ടി കേട്ടോ. തന്നെ മുളച്ച് വന്നാണേ. അപ്പം ഞാൻ വെറുതെ ഒന്ന് പന്തലിട്ട് കൊടുത്തു, അത്രയേ ചെയ്തിട്ടുള്ളൂ. ഇനിയാണ് ഇവിടെ ഒരെണ്ണമുണ്ട്, ഇതും കൂടെ എടുക്കാം. അപ്പോൾ 4 വലിയ പാവയ്ക്കും 2 ചെറിയ പാവയ്ക്കും, അത്രയും കിട്ടിയിട്ടോ. ഇന്ന് ഇവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. 4 വലിയ പാവയ്ക്ക, 2 ചെറിയ പാവയ്ക്കയും കിട്ടി. ഇത്രേ ആവുള്ളൂ തോന്നുന്നു, കാരണം വളമൊന്നും ഞാൻ പ്രത്യേകിച്ച് ഇട്ടിട്ടില്ല. തന്നെ മുളച്ച് വന്നാണ് കേട്ടോ. ഇതിൽ പക്ഷേ കണ്ടോ, ചെറുതാണെങ്കിൽ ചെറിയൊരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ എടുത്തത്. ഇതുപോലെ 4 വലിയ പാവയ്ക്കയും 2 ചെറിയ പാവയ്ക്കയും കിട്ടി. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പാവയ്ക്ക. നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ. ആ സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ച് എടുത്താണ് കേട്ടോ ഈ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.